നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി. ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അങ്ങനെ ചെയ്യാലേ? അവിടെ ചേച്ചി എപ്പോഴാ ചേച്ചി വന്നേ? വന്നേ ഉള്ളൂടാ. തിരിച്ചു വന്നില്ലേ? അമ്മേ, അച്ഛാ, അങ്കിളെ, ഇതാരാ വന്നിരിക്കുന്നത് നോക്കിയേ. കവിത, അനിത, സുഖാണോ നിങ്ങക്ക്? ആ, സുഖമായിട്ടിരിക്കുന്നു. അല്ല, എന്തിനാ എവിടേക്ക് വന്നേ? അങ്ങനായിട്ട് വഴക്കുണ്ടാക്കാൻ വേണ്ടിയോ? ഞാൻ വന്നത് അച്ഛനോട് സോറി പറയാൻ വേണ്ടിയാ. അങ്കിളെ, അച്ഛാ, ഇപ്പൊ കണ്ടില്ലേ അളിയ, നമ്മുടെ അനാമിക അവൾ തിരിച്ചു വന്നില്ലേ? ഇപ്പൊ സന്തോഷായില്ലേ? അച്ഛാ, സുഖാണോ അച്ഛനെ? അമ്മ വിളിച്ചപ്പോ അച്ഛൻ ഭയങ്കര അപ്സെറ്റ് ആണെന്ന് അമ്മ പറഞ്ഞു. നീ അധികം പറയണ്ട, ഞങ്ങളൊക്കെ അങ്ങനെ ആവാൻ വേണ്ടിയല്ലേ നീ ഇട്ടിട്ട് പോയത്. അങ്ങനെയൊന്നും ഞാൻ ഇട്ടിട്ട് പോയിട്ടില്ല അച്ഛാ. എന്തൊക്കെ പ്രശ്നം ഉണ്ടായാലും ഇതെന്റെ കുടുംബം അല്ലാതെ ആവില്ലല്ലോ. ഇപ്പൊ ഞാൻ അച്ഛന്റെ അടുത്തേക്ക് വന്നില്ലേ, പിന്നെ എന്താ അച്ഛാ? ഇപ്പൊ നീയുണ്ട്, പക്ഷെ ഇനി എപ്പോഴും പറ്റില്ലല്ലോ. അയ്യോ സോറി അച്ഛാ, അന്ന് ഞാൻ അച്ഛനോട് അത്രയും ദേഷ്യപ്പെട്ട് സംസാരിക്കാൻ പാടില്ലായിരുന്നു. അതൊന്നും സാരമില്ല മോളെ, നീ എന്റെ മോള് തന്നെയല്ലേ. ഞാനും ഒരുപാട് ദേഷ്യപ്പെട്ടു, അതിന് ഞാനും സോറി ചോദിക്കുക. അളിയ, അനാമിക തിരിച്ചു വന്നില്ലേ? ഇനിയിപ്പോ എന്തിനാ വെറുതെ അച്ഛനും മോളും പരസ്പരം സോറി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നേ? അതെ അച്ഛാ, ചേച്ചി തിരിച്ചു വന്നതോടുകൂടി നമ്മുടെ വീടാകെ സന്തോഷം കൊണ്ട് നിറഞ്ഞിരിക്കുക. എടി, അപ്പൊ നമ്മളുള്ളപ്പോ ഈ വീട് എങ്ങനെയായിരുന്നു? എനിക്കറിയില്ല ഇവരെന്തെങ്ങനെയാണ്. അതെ മോളെ, നീ ചെന്ന ആദ്യം അമ്മയൊന്ന് കാണും. അവൾക്ക് എപ്പോഴും നിന്നെ കുറിച്ചുള്ള ഒരു ആദ്യം മാത്രമേ ഉള്ളൂ. ശരി അച്ഛാ. ഏയ് ചേച്ചി. ആ പാർത്ഥി, അളിയ, അനാമിക ഇവിടെ ഉള്ളതുകൊണ്ട് ഇനി മുതല് അവക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ഇവിടെ നടക്കാവൂ. അതുകൊണ്ട് അവക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ ഉണ്ടാക്കാൻ പറ. ശരിയല്ലേ? അവക്ക് ചിലപ്പോ എന്നോടുള്ള സ്നേഹം കുറഞ്ഞു കാണും, പക്ഷെങ്കിൽ എന്റെ സ്നേഹം ഇവിടെ അങ്ങനെ തന്നെയുണ്ട്. എന്താ അളിയ, ഇപ്പൊ സന്തോഷായില്ലേ? ഇവളിങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എപ്പോഴും ഇതുപോലെ രസമായിരുന്നേനെ. പക്ഷെ അത് നടക്കുമെന്നറിയില്ല. അങ്ങനെയൊന്നും പേടിക്കണ്ടെന്നേ, അനാമിക എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഞാൻ പോയി ഭക്ഷണം റെഡിയാക്കാൻ പറയട്ടെ. ശരി, ചെല്ലേ. ഇങ്ങ് വാ ചേച്ചി. എന്താടാ ചേച്ചി എന്തായി ചെയ്യുന്നേ? ഇതെല്ലാം മനഃപൂർവ്വം തന്നെയാണോ? എന്ത്? ഞാൻ എന്ത് ചെയ്തെന്ന്? എന്താ ചെയ്തേന്നോ? അന്ന് പറഞ്ഞല്ലോ, നന്ദനെ സ്വീകരിച്ചാൽ മാത്രമേ ഞാൻ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരുള്ളൂ എന്ന്. അത് ശരിയാ. എന്നുവെച്ച് അച്ഛൻ എന്നെ ഓർത്ത് വിഷമിക്കുന്നു എന്നറിയുമ്പോ എനിക്കത് കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റില്ല വസന്ത്. അത് മാത്രമല്ല, നന്ദയും ജോലിയുടെ ആവശ്യത്തിനായിട്ട് സിംഗപ്പൂരിലേക്ക് പോയിരിക്ക. സിംഗപ്പൂരിലോ? അതെപ്പോ? ഇന്നാ പോയത്. അവൻ തിരിച്ചു വരാൻ 6 മാസം എടുക്കും. ഈ 6 മാസം കൊണ്ട് അച്ഛനെ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യാന്നാ ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാ ഞാൻ തിരിച്ചു വന്നത് തന്നെ. പക്ഷെ ഞാൻ ഇപ്പോഴും എന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെയാ നിൽക്കുന്നത്. ജീവിക്കുകയാണെങ്കിൽ അത് നന്ദയുടെ കൂടെ തന്നെ. അതിനെ ഒരിക്കലും മാറാൻ പോകുന്നില്ല. അച്ഛനത് മനസ്സിലാക്കിയാൽ മാത്രം മതിയായിരുന്നു. ചേച്ചി വിഷമിക്കേണ്ടെന്നേ, അങ്കിൾ ഉറപ്പായിട്ടും ചേച്ചിയെയും ചേച്ചിയുടെ ഇഷ്ടവും മനസ്സിലാക്കും. ശരിടാ, ഞാനിന്ന് പോയിട്ട് അമ്മയൊന്ന് കണ്ടിട്ട് വരട്ടെ. ശരി ചേച്ചി. അനാമികേ, വാ മോളെ, ഇരിക്ക്. വാ മോളെ, ഇരിക്കെ. നീ താഴെ അച്ഛനെ കണ്ടോ? ഞാൻ കണ്ടു അമ്മേ. എന്തു പറഞ്ഞു? അച്ഛൻ ഇപ്പോഴും എന്നോട് ദേഷ്യമാണെന്നാ തോന്നുന്നേ. പിന്നുണ്ടാവില്ലേ? നീ വന്നു എന്നുള്ള സന്തോഷം ഉള്ളിലുണ്ടെങ്കിലും നീ വീട് വിട്ടു പോയിന്നുള്ള കാര്യം അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായില്ല മോളെ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ എന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താന്ന് കൂടി അച്ഛനൊന്ന് മനസ്സിലാക്കണ്ടേ? അതുകൊണ്ടാ അമ്മയോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങളെ തുറന്നു പറയണമെന്ന് എനിക്ക് തോന്നിയത്. പറയേ. അനാമികേ, നീയും എടുത്തി സംസാരിക്കേ, ഞാനിപ്പോ വരാം. മങ്കേ, എവിടെ പോവാ നീ? അല്ല, അനാമികയ്ക്ക് എന്തോ ഏടത്തിയോട് പേഴ്സണലായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞില്ലേ? അതിനിടയ്ക്ക് ഞാൻ നിൽക്കുന്നത് എന്തിനാ? എന്താ പറയുന്ന നീ? നിന്നെ മറച്ചു വെച്ചിട്ടുള്ള എന്ത് കാര്യമാണ് ഞങ്ങൾക്കിടയിലുള്ളത്?
ഇവക്ക് നീയും ഒരു അമ്മയെ പോലെയല്ലേ? അത് കുഴപ്പമില്ല ഏടത്തി, നിങ്ങൾ സംസാരിക്കേ. എനിക്ക് അടുക്കളയിൽ ജോലിയുണ്ട്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. ശരി പോ. പറയും മോളെ, എന്താ കാര്യം? അമ്മേ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? തെറ്റാണോന്ന് എനിക്കറിയില്ല. എന്നാ ഒരച്ഛനും നൽകാത്ത സ്നേഹമാ നിന്റെ അച്ഛൻ നിനക്ക് നൽകിയിട്ടുള്ളത്. ആ സ്നേഹത്തെ നീ ഒറ്റയടിക്ക് കാണാതെ പോയല്ലോ. അത് ശരിയല്ലെന്ന് മാത്രം എനിക്ക് തോന്നി. ഈ ഒരു അവസ്ഥയിൽ ആ മനുഷ്യന്റെ വിഷമം കാണുമ്പോ എല്ലാവർക്കും അത് സങ്കടമുള്ള കാര്യം തന്നെയാ. അതൊക്കെ പറഞ്ഞാ നിനക്കിപ്പം മനസ്സിലാവില്ല. അല്ലമ്മേ, എനിക്കിപ്പത് മനസ്സിലാവും. കാരണം എന്റെ ജീവിതത്തിൽ നന്ദ ഇപ്പൊ ആ സ്ഥാനത്താ ഉള്ളത്. എന്താ പറയുന്ന നീ? എന്താടി നീ എന്താ ചെയ്തത്? പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നേ? നന്ദേ വേണ്ടാന്ന് പറയാനായിട്ട് അച്ഛൻ വേറെ എന്ത് കാരണം പറഞ്ഞാലും ഞാൻ സമ്മതിക്കുമായിരുന്നു. പക്ഷെ അച്ഛൻ പറഞ്ഞ കാരണം ആരോ പറഞ്ഞ ജോത്സ്യവും ജാതകവുമാണ്. അയ്യോ, എന്താ മോളെ? അച്ഛൻ പറഞ്ഞതൊക്കെ വെറും അന്ധവിശ്വാസമാണെന്ന് തെളിയിക്കാൻ എന്റെ മുന്നിൽ ഈ വഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാ നന്ദയെ ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചത്. അത് മാത്രമല്ല, അച്ഛൻ നന്ദയെ കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു, അറിയോ? സത്യമായിട്ടും അമ്മ, ഞാൻ ചെറുപ്പത്തിൽ കണ്ട അച്ഛൻ ഇങ്ങനെയല്ല. ഞാൻ കാരണം നന്ദയ്ക്കൊന്നും സംഭവിക്കരുതെന്ന് കരുതിയിട്ടാ ഞാൻ അവനെ കല്യാണം കഴിച്ചതമ്മേ. ഇനി പറഞ്ഞേ, ഞാൻ ചെയ്തത് തെറ്റാണോ? ഇപ്പൊ പോലും എന്റെ മുന്നില് അമ്മ അച്ഛനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ലല്ലോ. അങ്ങനെയുള്ളപ്പോ ഞാൻ എന്റെ ജീവനായിട്ട് കണ്ട ഒരാളെ എനിക്ക് എങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റും അമ്മേ? ഇത് കാരണം എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നന്നായി ആലോചിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത്. പക്ഷെ ഇത് അമ്മയോട് പറയാതിരിക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല. ഇപ്പൊ പോലും അച്ഛനോട് ഈ കാര്യം പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അനാമികേ, വേണ്ട മോളെ. അത് കുഴപ്പമില്ല അമ്മേ. എന്നായാലും എനിക്കത് അച്ഛനോട് പറഞ്ഞല്ലേ പറ്റൂ. അത് ഇപ്പൊ പറയണ്ട. ഞാൻ പറയാ, അപ്പൊ പറഞ്ഞാ മതി. ഓക്കെ, ഞാൻ പറയുന്നതൊന്ന് കേക്ക്. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയത് തന്നെ അദ്ദേഹത്തിന് എന്ത് വിഷമമായിരുന്നോ? അപ്പോ ഈ കാര്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാ അദ്ദേഹം ആകെ തളർന്നു പോകും. ശരിയോ തെറ്റോ, എന്തായാലും നീതി ചെയ്തു. ഇനി അങ്ങോട്ട് എന്ത് കാര്യം തന്നെ ആയാലും അത് ക്ഷമയോടെ തന്നെ വേണം. ഇപ്പൊ എന്തായാലും ഇതൊന്നും നിന്റെ അങ്കിളിനെ ആന്റിയോ അറിയിക്കണ്ട. എല്ലാം സമയമാവുമ്പോ പറഞ്ഞാ മതി. അല്ല, ഇപ്പൊ നിന്റെ നന്ദ എവിടെയുള്ളത്? അവൻ ജോലിയുടെ ആവശ്യത്തിനായിട്ട് സിംഗപ്പൂര് പോയേക്കാ. 6 മാസം കഴിഞ്ഞ് തിരിച്ചു വരൂ. എന്തിനാ അമ്മ ഇനിയും താമസിപ്പിച്ചിട്ട്? ഞാൻ എന്താ സത്യം എന്നുള്ളത് അച്ഛനോട് തുറന്ന് പറഞ്ഞേക്കാം. ആഹാ, വേണ്ട വേണ്ട. നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ ഞാനാണ് കാരണമെന്ന് പറയുന്ന ആള് ഇപ്പോ കല്യാണം കൂടി അറിഞ്ഞു വന്ന് കഴിഞ്ഞാ ഇനിയും ദേഷ്യം ഇരട്ടിക്കല്ലേ ഉള്ളൂ. ഇതേപ്പറ്റി നീ ഇപ്പൊ അച്ഛനോടൊന്നും പറയണ്ട. ഇനി അങ്ങോട്ടുള്ള കാലം എന്താണെന്ന് പറയാൻ പറ്റില്ല. എന്നാ നമ്മൾ എപ്പോഴും നല്ലത് മാത്രമേ പ്രതീക്ഷിക്കാവൂ. മനസ്സിലായോ? ശരിയമ്മേ, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛൻ നന്ദയെ സ്വീകരിക്കുമെന്ന് ഞാനും വിശ്വസിക്കാം.
ഞാൻ അമ്മയോട് പറയാതെ കല്യാണം കഴിച്ചതില് അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ അല്ലേ? ദേഷ്യമില്ല എന്ന സങ്കടമുണ്ട്. ഇപ്പൊ നീ വീട് വിട്ടു പോയാലും തനിച്ചല്ലാതെ ഇഷ്ടപ്പെട്ട ഒരാളെ കല്യാണവും കഴിച്ച് നിനക്കെന്നും പറഞ്ഞൊരു ജീവിതം നീ ആരംഭിച്ചുവല്ലോ. അതോർക്കുമ്പോ സന്തോഷമുണ്ട്.